നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്യമാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും നമുക്കൊന്ന് വായിച്ച് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പോകാം. 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അത് 10-ാമത്തെ വാക്യം എടുക്കണേ. 9, 10, 11 3 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തിയ വാക്യം വായിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതും ഇങ്ങനെ വല്ല വിധേനയും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. പൗലോസിന്റെ ലേഖനമാണ്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹത്തിൽ വെച്ച് എഴുതപ്പെട്ട ലേഖനമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനെ നേടേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ച് അറിയേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചത്. ആ സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, വല്ല വിധനെയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ സകലവും ചപ്പന്നും ഇവിടത്തെ ഉള്ളൂ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണം. എല്ലാം ഈ പറഞ്ഞ സംഗതിക്ക് വേണ്ടി, ഈ ദൈവശക്തി ഒന്ന് അനുഭവിച്ചറിയേണ്ടതിന് വേണ്ടി, അവനെ നേടേണ്ടതിന് വേണ്ടി എല്ലാം ചവറന്നെണ്ണുന്നു. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് പൗലോസിന് മാത്രം ഉണ്ടായ ഒരു വെളിപ്പാടാ എന്ന് ചിന്തിക്കാം നമുക്ക്. കാരണം നമുക്ക് പലതും ചവറായിട്ട് മാറുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഇപ്പൊ നാട്ടിലായിരിക്കുമ്പോ ഒരു പള്ളിയിലെ അച്ഛൻ്റെ ഭാര്യ, ഞങ്ങള് എന്താ വിളിക്കുന്നത്, ബസ്കി, ആ വ്യക്തിത്വം ഒരു ബാങ്കിലെ ഓഫീസറാണ്. അപ്പൊ അവരൊരു ചെറിയ മെസ്സേജിനകത്ത് പറയുന്ന ഒരു സംഭവം കേട്ടു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ബാങ്കിലെ ഓഫീസറാണ്. അവർ പറഞ്ഞ ഒരു അപ്പൻ അടുത്ത സമയത്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മക്കളെല്ലാം പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് ബാങ്കിലെ മാനേജർ അവർക്ക് ഇന്റിമേഷൻ കൊടുത്ത്, അപ്പൻ്റെ കുറെ പൈസ ഇവിടെ കിടപ്പുണ്ട്, അതിൻ്റെ ലീഗലി അത് വാങ്ങിക്കേണ്ടവരെല്ലാം കൂടെ വന്ന് ആ പൈസ റിസീവ് ചെയ്യണോ. ഈ എന്താ പറഞ്ഞ വ്യക്തി ആ ബാങ്കിന്റെ മാനേജറാണ്. അപ്പോ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി മാനേജറോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ പുറകെ വരാൻ നേരെയില്ല. അവര് ആ പൈസ വേണ്ടെന്ന് വെച്ച് അവർ മടങ്ങി അവരുടെ രാജ്യങ്ങളിലേക്ക് പോയി. അവർ അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരാ. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ലതും 100-500 രൂപ 5000 രൂപ വല്ലതും വെച്ചായിരിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എത്ര രൂപയാണത്? ഒട്ടും കുറവല്ല, 70 ലക്ഷം രൂപ FD കിടപ്പുണ്ടെന്ന്. ഈ FDയുടെ അവകാശികളായിട്ടുള്ള ഇവരോട് മാനേജർ പറയുകയാണ്, നിങ്ങൾക്കുള്ള പൈസയാണിത്, അപ്പന്റെ കാലശേഷം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത് നിങ്ങളുടെ അവകാശമാണ്. അവര് പറഞ്ഞു, ഇതിനു വേണ്ടി മെനക്കെടാൻ സമയമില്ല ഞങ്ങൾക്ക്. മനസ്സിലായോ? അവരെന്തുകൊണ്ടാ, അവർക്ക് അതിനേക്കാൾ വലിയ സമ്പാദ്യം അവിടെ ഉണ്ടായിരിക്കാം. അതിനുവേണ്ടി മെനക്കെടാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവര് വിട്ടേച്ചു പോയപ്പോ എന്താ പറഞ്ഞേ, കൊച്ചമ്മ അല്ലെങ്കിൽ ആ ബാങ്ക് മാനേജർ അവർ പറയുന്നത് എന്നറിയാം, ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റുകൾ ഇഷ്ടം പോലെ കിടക്കുക നമ്മുടെ നാട്ടിൽ.
ആരും അവകാശം പറയാൻ വരാതെ, അവകാശികൾ ജീവനോടെ ഉണ്ട്, പക്ഷെ അവകാശം പറയാൻ വരാതെ കിടക്കുന്ന പൈസ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, അവരതിനേക്കാൾ വലുത് അവരുടെ അപ്പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് അതായത് നിത്യതയല്ല, അമേരിക്കയിലുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതില്ലേലും അവർക്കൊരു കുഴപ്പവുമില്ലെന്ന്. മനസ്സിലായി പറയുന്നത്? ഇതില്ലേലും അവർക്കൊരു കുഴപ്പവും ഇല്ലെന്ന് അവരുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചതിന്റെ കാരണം ഇതിനേക്കാൾ വലുതൊന്ന് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോ ഇംഗ്ലണ്ടോ അല്ല പൗലോസിനെ സംബന്ധിച്ചുള്ള വിഷയം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് നിത്യത എന്താന്ന് കണ്ടിട്ട് വന്ന മനുഷ്യൻ പറഞ്ഞു, ഒന്നുമല്ല, ഇതെല്ലാം ചവറ. ഇത് ചവറം നിന്നേ പറ്റൂ. കാരണം ഇതിനപ്പുറത്ത് ഇതിനു വേണ്ടി നമ്മൾ ഓടി അധ്വാനിക്കുന്നു. ഇത് പൈസ ഒന്നും വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സ് നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിനോടുള്ള ബന്ധപ്പാടാണോ? ദൈവസന്നിധിയിൽ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ചവർന്നെണ്ണാൻ ഇല്ല, വല്ല വിധേനയും ഇതിനകത്തുനിന്നൊന്ന് വിടിവിക്കപ്പെടണമെന്ന് പൗലോസ് ആഗ്രഹിക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഇന്ന് പകൽ നാം ചിന്തിക്കുന്ന വാക്യം അതാണ്, പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. പ്രിയമുള്ളവരെ, നമുക്ക് എന്തൊരു കാര്യം എഴുതി വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഒരിക്കലും നമ്മുടെ നാവിൽ കിട്ടത്തില്ല. നല്ല അടിപൊളി ഫുഡാണ് എന്ന് പറഞ്ഞാൽ അതിന് 4 പ്രാവശ്യം എഴുതി വെച്ചാലും നമ്മുടെ നാവിൽ അത് കിട്ടില്ല. അത് അനുഭവിച്ചറിയണമെങ്കിൽ നീ അതെടുത്ത് നാക്കെ വെച്ചെങ്കിലേ നിനക്ക് അതിന്റെ അനുഭവം ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവശക്തിയെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുക, എനിക്കൊറ്റ പ്രാർത്ഥനയുള്ള അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ഇത് പറഞ്ഞു കേട്ട് വല്ല വേറൊരാൾ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നതും അല്ല കാര്യം. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് വിശ്വാസ സമൂഹത്തിൽ തന്നെ ഇന്ന് മുന്നോട്ട് വരുന്ന ഒരു തലമുറ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവശക്തി ഒന്നും വേണ്ട, അവിടെ ഇരുന്ന് കൈയടിച്ച് വലിയ ബഹളവും വേണ്ട. കൈയടിക്കുന്ന ദൈവശക്തിക്കാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ദൈവശക്തി വന്നൊരു കൈയടിച്ച് ആരാധിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല. നിത്യത ഉറപ്പാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പനകളൊക്കെ അനുസരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മതി. എവിടെങ്കിലും വരുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആരാധിച്ചു പോയാൽ മതി. ഇതൊക്കെ അനുഭവിച്ചറിയണം എന്നെ എത്ര നിർബന്ധം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്രമാത്രമുള്ള ഒരു തലമുറ അടുത്തത് കയറി വരുന്നതായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ മീറ്റിംഗിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനപ്പുറത്തേക്കൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇന്നലകളിൽ അപ്പച്ചന്മാരൊക്കെ കാണിച്ചതൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു പറയാൻ. തുനിയുന്ന ഒരു തലമുറ അടുത്തത് കയറി വരികയാണ്. ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെറും ഹല്ലേലൂയ കാഴ്ചക്കാരായിട്ടിരിക്കാതെ ഇതൊന്ന് അനുഭവിച്ചറിയാൻ, ഈ ദൈവശക്തി ഒന്ന് അനുഭവിച്ചറിയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഈ ദൈവശക്തി വെറുതെ വന്നു പോകുന്നതല്ല പ്രിയമുള്ളവരെ. അത് വന്നാൽ ചിലത് സംഭവിക്കും, അത് നിന്നെ സ്പർശിച്ചാൽ ചിലത് സംഭവിക്കും. അത് നിന്നെ സ്പർശിച്ചാൽ നിന്റെ ശരീരത്തിന് തന്നെ വ്യത്യാസമുണ്ടാകും, അത് സ്പർശിച്ചാൽ നിന്റെ മനസ്സിന് തന്നെ വ്യത്യാസമുണ്ടാകും. പോരാ, അതുകൊണ്ട് തന്നെ നിൽക്കാൻ കഴിയത്തില്ല. അത് നിന്നിലൂടെ മറ്റു പലർക്കും പ്രയോജനപ്പെടും. ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ വേറൊരു കാര്യം എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവശക്തി എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒന്നാ. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെ വിശ്വസിക്കാൻ ഇന്ന് പകൽ തയ്യാറാകുന്നു, നിന്നോട് കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഇന്ന് പകൽ അത് വ്യാപരിക്കുക തന്നെ ചെയ്യും.
എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. പൗലോസ് പ്രാർത്ഥിക്കുകയാ, എഫെസോസുകാരെ ദൈവശക്തി എഴുതി കാണാനല്ല, വചനം വായിച്ച് മനഃപ്പാഠമാക്കാനല്ല, ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കാനല്ല. അല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നീ ഒന്ന് അറിയണം. ആമേൻ. മറ്റു പലരും ദൈവശക്തി അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്ക് പലർക്കും വേണേ അവരെ കുറ്റം പറയാം, മറ്റു പലതും വേണേ സംസാരിക്കാം, എന്താ ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടോ ചോദിക്കാം. പക്ഷേ ഒരാളിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോ അവിടെ വചനം എഴുതിയിരിക്കുന്ന എങ്ങനെ ശ്രദ്ധിച്ചേ, യേശുവിന്റെ മേലും അത് വ്യാപരിച്ചു എന്ന എങ്ങനെ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എല്ലാവരും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ആഘോഷിക്കുകയും അതിനുവേണ്ടി കൂട്ടം കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും അതിന്റെ ഉത്സവമൊക്കെ അവിടെ ഓരോരുത്തരും ആചരിക്കുകയൊക്കെ ചെയ്ത ആഴ്ചകളെ കഴിഞ്ഞ ആഴ്ച. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. യേശുവിന്റെ ശരീരം ജീവൻ പോയതിനു ശേഷം കല്ലറക്കകത്ത് കൊണ്ടുവച്ചിരുന്ന ആ ശരീരത്തിന് മേൽ എപ്പോഴോ ദൈവത്തിന്റെ കാര്യപരിപാടി, ദൈവത്തിന്റെ സമയമായപ്പോ ഈ ശക്തി അത് വിശ്വസിച്ചിട്ടല്ല പ്രിയമുള്ളവരെ, വാഗ്ദത്തത്തിന്റെ നിവർത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമയത്ത് ആ ദൈവശക്തി ആ ശരീരത്തിന് മേൽ, ജീവനില്ലാത്ത ശരീരമാ, ആ ശരീരത്തിൽ വ്യാപരിച്ചപ്പോ ജീവനില്ലാത്ത സെല്ലുകൾക്കൊക്കെ ജീവൻ വെച്ചുവെങ്കിൽ, ജീവനില്ല എന്ന് പറഞ്ഞ സെല്ലുകൾക്ക് ജീവൻ വെച്ചുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നുവെങ്കിൽ ജീവനില്ല എന്ന് പറയുന്ന കോശങ്ങൾ ഉൾപ്പെടെ ജീവനില്ല എന്ന് പറയുന്ന സകലത്തെ ജീവനർപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവശക്തി എന്ന് ഇന്ന് പകൽ തിരിച്ചറിയ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അതൊന്ന് അനുഭവിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാട്ടിലേക്ക് പോകുന്നുടനെ ഇവിടെ നമ്മുടെ ചർച്ചിൽ മാത്രമല്ല മറ്റു പലരും നമ്മൾ പൊതുവെ കാണുന്നൊരു നാട്ടിൽ പോകാൻ എന്നെ ഹോട്ടലിലൂടെ കയറിയേക്കണേ. റെസ്റ്റോറന്റിന്റെ മഹത്വം പറയുന്ന എത്ര പേരുണ്ട്. ആ റെസ്റ്റോറന്റ് അടിപൊളിയാണ്. ഞങ്ങൾ പോയപ്പോ ഇന്ന് എനിക്ക് റെസ്റ്റോറന്റ് അല്ല പറഞ്ഞുതരാനുള്ളത്, വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്നേ. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കാൽവറിയിൽ തന്റെ ജീവൻ അർപ്പിച്ച്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം അല്ല, നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം ആ ശരീരം എന്നേക്കും ആ കല്ലറയിൽ അടക്കപ്പെട്ടു പോയിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കൂട്ടം വൃഥാവാ. വചനം പറഞ്ഞ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും, നമുക്ക് എന്താ വലിയ പ്രത്യാശ നൽകുന്നതെന്നറിയാം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളൊന്ന് അനുഭവിക്കണം, ഒന്ന് അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിയാൻ തുടങ്ങിയാൽ ശരീരത്തിന്റെ മേൽ അതിന്റെ അനുഭവം വന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പ്രിയമുള്ളവരെ, ഈ ശരീരം കൊണ്ടുവന്ന് കല്ലറയ്ക്കകത്ത് വെച്ചപ്പോ അതിന് കാവൽക്കാരെ നിർത്തി, അതിന് മുദ്രയിട്ടു. ഒരു വിധത്തിൽ പുറത്തു വരാതെ കല്ല് പിടിച്ചു വെച്ചു. ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ മാനുഷികമായി ചെയ്തു കൂട്ടിയ, അല്ലെ ഒരു ഗവൺമെന്റിന്റെ നിയമങ്ങൾ മൊത്തം കൂടി ചെയ്തു കൂട്ടിയ പദ്ധതികളെല്ലാം കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് പൊളിഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? ജീവനില്ലാത്ത ശരീരമല്ല അവിടെ വർക്ക് ചെയ്തത്. ജീവനില്ലാത്ത ശരീരത്തിന്റെ മേൽ ദൈവശക്തി വന്നപ്പോ ആരൊക്കെ എന്തെല്ലാം എതിരായിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചോ അതെല്ലാം ഒരുപോലെ പൊളിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി അവിടെ നടന്നുവെങ്കിൽ ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാം, നിന്റെ മുന്നോട്ടുള്ള പോക്കിനെ, നിന്റെ സാഹചര്യത്തെ, നിന്റെ അനുഭവങ്ങളെ
ആരെല്ലാം വിലക്കിയാലും ആരെല്ലാം അതിന് അതിര് വരച്ചാലും ആ അതിരുകൾക്കകത്തൊന്നും നിൽക്കാൻ കഴിയാതെ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു ദൈവപ്രവർത്തിന്റെ മേൽ വെളിപ്പെടുക ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തിക്ക് കഴിയുമെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ദൈവകൃപയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. Hallelujah. Praise to Jesus. നമുക്കൊറ്റ വാക്യം പറയാം, ഇത് യേശു ആയതുകൊണ്ട് അല്ലേ? യേശു ആയതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല പ്രിയമുള്ളവരെ. അതിന്റെ പുറകിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതിന്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട്. യേശു ആണെങ്കിലും അവന്റെ ക്രൂശ് മരണം മാനുഷികമായിരുന്നു. ആ മാനുഷികമായ ക്രൂശ് മരണത്തിലൂടെ അവന്റെ ശരീരം അവൻ ചേതനയറ്റപ്പോ ആത്മാവിനെ ദൈവസന്നിധിയിൽ കൊടുത്തതോടുകൂടെ അവനത് സാധാ മനുഷ്യ ശരീരം മരണത്തിന്റെ അടിമത്തത്തിലേക്ക് പോയ അമേൻ അമേൻ നമ്മുടെയൊക്കെ ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പ്രത്യേക കരുതൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം തന്റെ പരിശുദ്ധനെ അവൻ ദ്രവത്വം കാണുവാൻ അനുവദിക്കത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ദ്രവിച്ചു പോകാൻ അനുവദിക്കത്തില്ല. കാരണം ഇത് 3-ാം ദിവസം പുറത്തു വരേണ്ടതാ. അതുകൊണ്ട് ദ്രവിക്കാതിരിക്കാവുന്ന കാര്യം പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ വചനം പറഞ്ഞ എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പകൽ എത്ര പേരുടെ ഉള്ളിൽ ബോധ്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഈ ദൈവശക്തി ഒന്ന് വ്യാപരിക്കണം, ഇതൊന്ന് അനുഭവിച്ചറിയണമെന്ന്. ഇതാർക്കോ വേണ്ടി വന്നതല്ലെന്നേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വന്നതാ. എനിക്ക് കിട്ടത്തില്ല, എനിക്ക് അങ്ങനൊന്നും ആരും ചിന്തിക്കരുത്. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് വന്ന് എന്റെ ഉള്ളം ഇന്ന് പകൽ നിറഞ്ഞു നിൽക്കണം. ഇത് കർത്താവേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വചനം എഴുതപ്പെട്ടത് കൊണ്ട് എന്റെ മറ്റു യാതൊരു കഴിവും അവിടെ ബാധകമല്ല, മറ്റൊരു കാര്യം അവിടെ ബാധകമല്ല. പ്രിയമുള്ളവരെ, ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ദൈവത്തിന്റെ വചനത്തിൽ വളരെ നമുക്ക് പരിചയമുള്ള ഒരാളാണ് മറിയ. വളരെ പരിചയമുള്ള ആളാണ്. മറിയയുടെ ബാല്യകാലത്തെ കുറിച്ചോ മുൻ ചരിത്രത്തെ കുറിച്ചോ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. ഒരു ദിവസം കൃപ ലഭിച്ചുള്ള നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ് ദൂതൻ വെളിപ്പെടുന്നത് പോലെ ചരിത്രം ഇതിനകത്ത് എഴുതപ്പെട്ടുള്ളൂ. പക്ഷെ അതിന്റെ പുറകിലത്തെ ചരിത്രത്തിലേക്ക് പോയാൽ വേദപുസ്തകത്തിന്റെ ആധികാരികതയിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ നിങ്ങൾക്കറിയാമോ, മറിയയുടെ പേരൻസിന്റെ പേര് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മറിയയുടെ അപ്പന്റെ അമ്മയുടെ പേര് പ്രൈസ് ഗോഡ്. അപ്പന്റെ പേര് യോയാക്കീം, അമ്മയുടെ പേര് ആൻ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവർ യെരൂശലേമിൽ ദേവാലയത്തിന് പല വാതിലുകളുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു വാതിൽ ആട്ടുവാതിൽ. അന്ന് ഞാനത് പറഞ്ഞതാണ്. ആട്ടുവാതിലിന്റെ പ്രത്യേകത എന്നാ? ആട്ടുവാതിലിന്റെ പ്രത്യേകത യാഗത്തിനുള്ള ആടുകളെ കൊണ്ടുവരുന്ന സ്ഥലമാണ് ആട്ടുവാതിൽ. ആട്ടുവാതിൽ ആടുകളെ കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട് അവിടെ. ആ വഴിയെ കൊണ്ടുവന്ന എല്ലാ വാതുക്കൂടെയും ആടുകളെ അകത്ത് കയറ്റില്ല, അതിനെ കൊണ്ടുവന്ന ആടിനെ കയറ്റുന്നത്. അപ്പം ഈ പോകുന്ന വഴിയിലെല്ലാം ആടിന്റെ മൂത്രവും മലവും ഒക്കെ വീണ് അശുദ്ധമായി കിടക്കുന്ന ഒരു വഴിയാണ്. അതിന്റെ നാറ്റവും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്രമാത്രം അസ്വസ്ഥമായിരിക്കുന്ന ഒരു ഏറിയായ. എന്നാൽ ആ പോകുന്ന വഴിയുടെ താഴ്വശത്ത് ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിലാണ് ഇവർ പാർത്തിരുന്നത്. അവിടെ പാർക്കുമ്പോൾ ഇത്രയും അസ്വസ്ഥമായിരിക്കുന്ന മേഖലയൊക്കെ അതുപോലെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു അവർ. അവളുടെ ബാല്യകാലവും അവൾ ജനിച്ചു വന്ന സമയങ്ങളും ജീവിച്ചു വന്ന കാര്യങ്ങളും ഒക്കെ ചരിത്രത്തിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിലല്ല, അല്ലാതുള്ള ചരിത്ര പുസ്തകങ്ങൾക്കകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ജീവിത രീതി അനുസരിച്ച്
ഒരു വിധത്തിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് ആലയത്തിനടുത്ത് തന്നെയൊക്കെ അവർ താമസിക്കുന്നത് കൊണ്ട് പലതും അവർ കണ്ണും കേട്ടൊക്കെ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, കൂട്ടത്തിൽ ഒരു ഇച്ചിരി ക്ഷീണമുള്ള ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവർക്ക് എപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ട്. അവരെ ആരും അത്ര കാര്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ല. അങ്ങനെ ഒരാൾക്കകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ട്രീറ്റ് ചെയ്തില്ലെന്നാണ്. എല്ലാവരും ആ ആളിനോട് വളരെ ലോക്യമായി സംസാരിച്ചാലും, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മറിയയുടെ ആദ്യകാലത്ത് ഇതൊന്നും ചരിത്രത്തെ എഴുതിയിട്ടില്ല കേട്ടോ. ഇത്രമാത്രം പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നായതുകൊണ്ട് അതും ഈ പേരൻസിന് ദീർഘനാളുകൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഉണ്ടായ ഒരു കുഞ്ഞാണ് മറിയ. മക്കളില്ലാതിരുന്ന് ഉണ്ടായ ഒരു മകൾ. അവരുടെ ഉള്ള അവസ്ഥകളിൽ അവളെ അവർ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാ ഒരു ദിവസം അവളോട് ദൈവത്തിന്റെ ദൂതൻ ഇടപെടുന്നത്. ദൂതൻ പറയുകയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അത് ഭയങ്കര വന്ദനമായി പോയി. അതിനുശേഷം അവളോട് പറയുന്ന ദൂത് നമുക്കറിയാം. നീ ഒരു പൈതലിനെ പ്രസവിക്കും. ചോദിക്കുന്നത് എങ്ങനെ? ഞാൻ എങ്ങനെ? അടുത്ത വാക്കാ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു വാക്ക്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിഴലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് മറിയോട് ചോദിച്ചാൽ അവൾ പറയും, എന്റെ ചരിത്രം മാറ്റിയ, എന്റെ പേര് മാറ്റിയ, എന്റെ ചരിത്രം, എന്റെ പേര് മാറ്റിയ ഒരു സംഭവമാണ് അത്യുന്നതന്റെ ശക്തി എന്റെ നേരിട്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദീർഘനാളുകൾ കുഞ്ഞുങ്ങളില്ലാതെ ഉണ്ടായ ഒരു കുഞ്ഞിനെ വളരെ കാര്യമായി അവർ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു ദിവസം അവൾ വന്ന് പറയുകയാണ് അപ്പനോടും അമ്മയോടും, ദൈവത്തിന്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷമായി എന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. സ്വന്തം അപ്പനോടും അമ്മയോടും പറയും, എന്നോട് പറഞ്ഞു, ഞാൻ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുമെന്ന്. വിവാഹം കഴിയാത്ത വിവാഹം നിശ്ചയം നടത്തി വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുമെന്ന് പറഞ്ഞാൽ ആ പേരൻസ് എന്താ ചിന്തിക്കുന്നത് നമുക്ക് നോർമലി അറിയാം. പ്രൈസ് ദി ലോർഡ്. അവൾ ദൈവശക്തി വ്യാപരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ അവൾ തയ്യാറായി. ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളൊന്നും അവളെ അലട്ടിയില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ആ വിഷയങ്ങൾക്ക് മുമ്പ് നിനക്ക് അത് സഹിക്കാനുള്ള ഒരു വലിയ കൃപ ഉണ്ട്. അതിനാ ദൈവം കൃപയെന്ന് പറയുന്നത്. കൃപ ലഭിച്ചപ്പോൾ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞാൽ കൃപ, ഈ കുഞ്ഞിനെ വഹിക്കാൻ വേണ്ടി ആ കൃപ ലഭിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മറന്നു പോകാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചു കാര്യമല്ല അവൾ ഏറ്റെടുത്തത്. അവളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത കാര്യം ചെറുതല്ല. ചുറ്റുമുള്ളവർ മൂക്കത്ത് വിരൽ വെക്കത്തക്ക രീതിയിലുള്ള അനുഭവമാണ്. സ്വന്തം പേരൻസ് പോലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ദൈവത്തിൽ എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ ഇതിന് ശേഷമുള്ള ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് നമ്മളും ഇന്നത് മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും. പക്ഷെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ വന്നപ്പോ അവൾ ചോദിക്കുന്ന അതേ ചോദ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചോദിക്കുന്ന പലരുമുണ്ട്. അത് പ്രഗ്നൻസിയെ സംബന്ധിച്ചല്ല ചോദിക്കുന്നത്. അവൻ ജീവിതത്തിൽ നാളെ എന്താ, എങ്ങനെ ഈ കാര്യം നടക്കും, എന്റെ അടുത്ത കാര്യം എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നവരോട് ഇന്ന് പകൽ എനിക്കൊരു മറുപടി ഉണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിട്ടാൽ, അത്യുന്നതന്റെ ശക്തി നിന്നെ സ്പർശിച്ചാൽ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നതിന്റെ നടുവിൽ നടത്തി തരാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെങ്കിലും ഈ പ്രവൃത്തി നടന്നത് വചനം നിങ്ങൾക്കറിയാമല്ലോ. കന്യകയായ ഒരു സ്ത്രീ ഗർഭിണിയായപ്പോ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു സംഭവത്തെ
അത്യുന്നതന്റെ ശക്തി നേരിട്ടപ്പോൾ നടന്നു. മെഡിക്കൽ സയൻസ് ഇതുവരെ അംഗീകരിക്കാത്ത, അല്ലെ പ്രകൃതിയുടെ നിയമം അംഗീകരിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ പ്രശ്നം എന്തുമായിക്കോട്ടെ, നിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, പ്രകൃതിയുടെ നിയമങ്ങൾക്കോ അല്ല, മെഡിക്കൽ സയൻസിനോ അവിടെ പരാജയമേ ഉള്ളൂ. അവരത് അംഗീകരിക്കുന്നില്ലായിരിക്കാം, അവർക്ക് അതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാനില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ധാരണകളെയും തെറ്റിച്ചുകൊണ്ട്, എല്ലാ ചിന്താഗതികളെയും മറിച്ചുകൊണ്ട് അത്യുന്നതന്റെ ശക്തി വ്യാപരിച്ചപ്പോ അവിടെ ഒരു വാഗ്ദത്തത്തിന്റെ നിവൃത്തി, വചനത്തിന്റെ നിവൃത്തി ഉണ്ടായെങ്കിൽ ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോ എങ്ങനെ നടക്കുമോ? ഒന്നേ ഉള്ളൂ മറുപടി. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, നടക്കുകയില്ലെന്ന് എല്ലാവരും വിധി എഴുതിയ കാര്യമായിക്കോട്ടെ, നടക്കുകയില്ലെന്ന് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിക്കോട്ടെ, സാഹചര്യങ്ങളെല്ലാം എതിരായിക്കോട്ടെ, ഒരു സാധ്യത ഇല്ലാതിരിക്കട്ടെ, നടക്കും എന്ന് പറയാൻ അത്യുന്നതന്റെ ശക്തി നേരിട്ടാൽ, അത്യുന്നതന്റെ ശക്തി നേരിട്ടാൽ നടക്കത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞത് നടക്കുമെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞത് സാധിക്കുമെന്ന് പറയാൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇന്ന് പകൽ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നത്, അസാധ്യതകളുടെ മണ്ഡലങ്ങൾ വെളിപ്പെട്ട് നിൽക്കുമ്പോ മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു, സാധ്യതകൾ പരാജയപ്പെട്ടു, ഒരു രീതിയിലും ഇതിന് സാധ്യതയില്ലെന്ന് പറയുന്ന വിഷയത്തിന് മുൻപാകെ ഇന്ന് പകൽ ഹല്ലേലൂയ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയുള്ള ദൂതൻ അന്ന് മറിയോട് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ആ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാ. അത്യുന്നതന്റെ ശക്തി നേരിട്ടാൽ, അത്യുന്നതന്റെ ശക്തി വ്യാപരിച്ചാൽ അസാധ്യതകളുടെ മണ്ഡലം എന്ന് പറഞ്ഞു നിൽക്കുന്നത് സാധിക്കത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇന്ന് പകൽ നിനക്ക് ഇവിടെ തുറന്നു വരാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോ നീയും ഞാനും എല്ലാം ഒരുപോലെ ഇനി എന്താ എന്നറിയാതെ നിർവികാരികരായി നിൽക്കുന്ന അനുഭവങ്ങൾ, എന്താ ചെയ്യണമെന്ന് അറിയാതെ, അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ മടുത്തു നിൽക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇന്ന് പകൽ പറയുന്ന ദൂത് നീ വിട്ട് കളയരുത്. നീ ഉറക്കം പറയണം, എനിക്കൊരു ദൈവമുണ്ട്, അവന്റെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചാൽ, അവന്റെ ശക്തി എനിക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, അവന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെട്ടാൽ, ഇതൊന്ന് അനുഭവിച്ചറിയണമെന്ന് നീ പറ. ഇതൊന്ന് അനുഭവിക്കണം, 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 അനുഭവിക്കണം. അത്ഭുതകരമായ വിടുതൽ നിന്റെ മേൽ ചലിക്കുമെന്ന് എനിക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർ അവരുടെ പേഴ്സണൽ വിഷയം എനിക്കറിയാം. ഹല്ലേലൂയ, അവരെന്നോട് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയണ്ടേ, ദൂത് വന്നപ്പോ ഞാൻ ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തുകയല്ല. നിന്റെ വ്യക്തിപരമായ വിഷയം, മാനുഷികമായ സാധ്യതകളില്ലാത്തതും ദേശം അംഗീകരിക്കാത്തതും പ്രകൃതിയുടെ നിയമം അംഗീകരിക്കാത്തതും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് പകൽ നീ എന്ന് പറയാമോ, ഞാൻ എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോ ഞാൻ വിശ്വസിക്കുകയാ. അങ്ങയുടെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് പകൽ അടിയനിതാ എന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടുകയാണെങ്കിൽ, ആ ശക്തിയുടെ അനുഭവത്തിന്റെ മേൽ വെളിപ്പെട്ട് വരികയാണെങ്കിൽ നിശ്ചയം നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സുകൊണ്ട് തന്നെ നീ എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞ് അങ്ങനെ അതിനെ അടിമലയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ആ വിഷയത്തിനകത്ത് ഒരു രീതിയിലും അതിനൊരു മറുപടി ലഭിക്കത്തില്ലെന്ന് ചിന്തിക്കുമ്പോ ഇന്ന് പകലാത്മാവിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവശക്തി വ്യാപരിച്ചാൽ അത് പുനരുദ്ധരിക്കുന്നതാ. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അത് പുനരുദ്ധരിക്കുന്നതാ. ഇന്നലെ ഉണ്ടായി നഷ്ടപ്പെട്ടു പോയത് വീണ്ടും ഉദ്ധരിക്കാൻ കഴിയുന്നതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ചിലത് ഉദ്ധരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ, പുനരുദ്ധരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക.
ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പകൽ ആമേൻ ഹല്ലേലൂയ നടുവിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകരത്തിലേക്ക് നമുക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് ശിംശോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ചു അന്യാരാധന ക്ഷേത്രത്തിനകത്ത് കൊണ്ട് നിർത്തിയിരിക്കുമ്പോ അവനെ കെട്ടി ചണനൂല് കൊണ്ടൊക്കെ കെട്ടി ക്ഷേത്രത്തിന്റെ തൂണിൽ അവനെ കെട്ടിയിട്ടിരിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് ശിംശോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യത്തേക്ക് നിന്റെ പവർ എന്നെ വരെ നയിക്കണേ. ഒരു ഒറ്റ പ്രാവശ്യത്തേക്ക് പ്രിയമുള്ളവരെ, ഒരു സെക്കൻഡ് നേരം അവൻ ദൈവശക്തി അവനെ വന്ന് സ്പർശിച്ചപ്പോ ആലയത്തിലെ തൂൺ അവൻ ഇളക്കി കളഞ്ഞു. ഒരിടത്ത് ഹല്ലേലൂയ അടച്ചിട്ടിരിക്കുന്ന വാതിലിനകത്ത് അവൻ പോകുമ്പോ വാതിൽ മാത്രമല്ല കട്ടളയോട് എടുത്തോണ്ടാ പോകുന്നേ. വാതിൽ തുറന്നല്ല പോകുന്നേ, കട്ടളയോട് എടുത്തോണ്ടാ പോകുന്നേ. അവൻ ശിംശോനോട് ചോദിക്കാം, ദൈവശക്തി എനിക്കത് ചോദിച്ചാൽ ശിംശോൻ പറയും, എന്റെ ശരീരത്തിന് അമാനുഷിക പവർ തരുന്നതാ. ആമേൻ. ഹല്ലേലൂയ. ശിംശോന്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. മോശയോട് ചോദിച്ച മോശ പറയും, അവന്റെ ശക്തി കാണിക്കേണ്ടതിന് വേണ്ടി എന്നെ ഫറവോന്റെ അടുത്തേക്ക് വിട്ടപ്പോ എന്റെ വാക്കുകളിൽ ആണ് ആ ശക്തി വ്യാപരിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇന്ന് പകൽ നിനക്ക് എന്താ അനുഭവമുള്ളത്? അവരെ കണ്ടൊന്നും ഒട്ടും മോശമല്ല. നിന്നോട് ദൈവത്തിന് ഇന്ന് പകൽ ഇടപെടാനുള്ളത് കുഞ്ഞു കാര്യമില്ല. നിന്റെ ആവശ്യത്തിന്റെ മുഖത്ത് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് പറയാൻ ദൈവം എന്നെ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഞായറാഴ്ചത്തേക്കുള്ള ചിന്ത എന്റെ അകത്ത് തന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ ഒന്നല്ല ഈ ചിന്ത എന്റെ അകത്ത് തരുന്നേ. 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലായിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട ഒരു രാത്രിയിൽ ദൈവശക്തി വ്യാപരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അത്യുന്നതിന്റെ ശക്തി നേരിട്ടാൽ അസാധ്യതകളുടെ മണ്ഡലങ്ങൾ സാധ്യമാകുമെന്ന് ഇന്ന് എനിക്ക് ഈ വാക്കിവിടെ വിളിച്ചു പറയുമ്പോ അതിനകത്ത് എല്ലാവർക്കും അത് വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ അസാധ്യതകളുടെ സ്റ്റെപ്പിന്റെ അടുത്ത് വന്ന് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നീ പറ, ഇന്ന് പകൽ അത്യുന്നതന്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. അത്യുന്നതന്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ ദൈവം ഇടപെട്ടല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇവിടെ ദൈവം ഇടപെട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരത്തെ ഈ പകൽ നിനക്ക് വേണ്ടി നൽകി തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. അനുഭവത്തിനകത്ത് ഞാൻ കണ്ടു, അനുഭവത്തിനകത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞു ഈ ദൈവശക്തിക്ക് ഹല്ലേലൂയ ശക്തമായി ചിലത് ചെയ്യാൻ കഴിയുമെന്ന്. ദൈവകരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. Praise God. Hallelujah. ദൈവത്തിന്റെ കൃപ. ആമേൻ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ.